അസ്സലാമലൈക്കും പൊന്നാര ചങ്ങായിമാരെ, അഫ്ഗാനി മട്ടൻ പുലാവാട്ടം ഉണ്ടാക്കാൻ പോണത് എന്തായാലും കുക്കറിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ബിരിയാണീൻ്റെ മാതിരി ഒരുപാട് സമയം, ഒരുപാട് മസാലകൾ, വലിയുള്ളി ഒന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റൂട്ടാ. മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്യണം കേട്ടോ. പറ്റ ചെറുതാക്കി കട്ട് ചെയ്ത് മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്ത മട്ടനെ കേകി വൃത്തിയാക്കിയതിന് ശേഷം ചുടുവെള്ളത്തിൽ തിളപ്പിച്ചിട്ട് മേലെ ഒരുപാട് കച്ചറകൾ പൊന്തി വരും. ആ കച്ചറകൾ ഒരു കയ്യിൽ കോരി ഒഴിവാക്കണം കേട്ടോ പുറത്തേക്ക്. കച്ചറകൾ ഒഴിവാക്കിന് ശേഷം വേണ്ട മസാലകൾ പറയാൻ പോകും. ചെറിയ ജീരകം, വലിയ ജീരകം, കുരുമുളക്, പച്ചമുളക്, ഏലക്കായ്, പൂവ്, പട്ട, കൊത്തമ്പാലി, വെളുത്തുള്ളി, കറമട്ടൻ്റെ ഇല. എല്ലാ മസാലകളും നേരെ കുക്കർക്ക് കണ്ട് കൊട്ടി കൊടുക്കുക. ആവശ്യത്തിന് ഗരം മസാല ഇട്ട് കൊടുക്കുക, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, പാകത്തിനിട്ടാ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ആ മസാല മതി കുക്കറിൽ കിടന്ന് വേവട്ടെ. ഇനി നമുക്ക് വേറൊരു ആവശ്യത്തിനുള്ള ആട്ടത് കാശ്മീരി ചില്ലി, ഉപ്പ്, ഗരം മസാല, സുർക്ക, വെളിച്ചെണ്ണ, തക്കാളി പേസ്റ്റ് നല്ല മിക്സ് ആക്കിയിട്ട് മട്ടൻ്റെ മേലെ ഒന്ന് ചോപ്പിച്ചാൻ വേണ്ടിയിട്ട് ഓവനിൽ കയറ്റാനാട്ടാ. 2 തക്കാളി ജ്യൂസ് അടിച്ചിട്ട് അവിടെ വേറെ വെക്കുക. ഏതായാലും മട്ടനൊക്കെ വെന്തിക്കണ്, മട്ടൻ അതിൽ നിന്ന് മാറ്റണം. അതിൻ്റെ ബാക്കി വെള്ളം നേരെ തക്കാളി പേസ്റ്റ് കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ വെള്ളം കറക്റ്റ് അതിനനുസരിച്ചിട്ട് അരി എടുക്കാൻ പാടുള്ളൂ. ആ വെള്ളം കുക്കറിലിട്ട് തിളപ്പിക്കുക. അതിക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക, ഉണക്കനാരങ്ങ ഇട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇന്ത്യ ഗേറ്റിൻ്റെ അരി കഴുകിയിട്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ടേക്കണം കേട്ടോ. 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം കറക്റ്റാക്കിയാണ് വെക്കണം. പിന്നെ കൂടുതൽ ആലോചിച്ചാൽ നിൽക്കരുത് കേട്ടോ. എന്തായാലും നേരത്തെ ഉണ്ടാക്കിയ മസാല മട്ടൻ മാണി തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. സൺഫ്ലവർ ഓയിലിൽ ക്യാരറ്റ് നീളത്തിൽ മുറിച്ചിട്ട് പൊരിച്ചെടുക്കണം കേട്ടോ. അതിക്ക് നേരെ ഉണക്ക മുന്തിരി ഇട്ട് കണ്ടിട്ട് പൊരിച്ചെടുക്കുക. നേരെ നമ്മളെ റൈസിൻ്റെ മേലെ ഒരു മല്ലിച്ചപ്പ് എരിഞ്ഞ് മേലെ കണ്ടിട്ട് കൊടുക്കുക. മട്ടൻ അവിടെ ഓളിൽ കിടക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും വെന്ത് റെഡിയായി. ഒരു 20 മിനിറ്റ് കുക്കറിലിട്ട് കേട്ടോ ചെറിയ തീയിൽ. അടിയിലൊരു എന്തെങ്കിലുമൊക്കെ വെയിറ്റ് വെച്ച് കൊടുത്തിട്ട് അടിയിൽ പിടിച്ചാത്ത കോലത്തിൽ ഇട്ട് കൊടുക്കുക. എന്തായാലും മട്ടൻ്റെ ഒക്കെ വേവ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. നല്ല ടേസ്റ്റ് കേട്ടോ. റൈസ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്തായാലും സൂപ്പറാണ്, ഒരു രക്ഷയില്ല. ചിക്കനിലും ഉണ്ടാക്കാം, മട്ടനിലും ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയോളും, വേറെ ലെവലാണ്. അതിൻ്റെ മേലെ ഒഴിച്ച തക്കാളി ചട്ടിനി ഇതിൻ്റെ ലാസ്റ്റ് പറയണ്ട ഇങ്ങനെ ഉണ്ടാക്കലെന്നുള്ളത്. അതും ഒന്ന് ഉണ്ടാക്കി വയ്ക്കണം, വേറെ ലെവലിൽ തന്നെ വേറെ ലെവല്. എന്തായാലും ഒരു രക്ഷയില്ല. രക്ഷയില്ലേ? എന്താ മട്ടൻ? ഓ നല്ല അടിപൊളി മട്ടനാ. മട്ടൻ രക്ഷയില്ലേ? ഫ്രഷ് മട്ടനല്ലേ? ഫ്രഷ് മട്ടൻ. അസിനുവിന്റെ അർബാവ് കൊടുത്താട്ടാ ഫ്രഷ് മട്ടനാ. അഫ്ഗാനി പുലാവിൻ്റെ കൂടെ ചട്ടിന് എന്തായാലും വേണ്ട, നിർബന്ധമാണ്. തക്കാളി, വല്യുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പുതിന, സുർക്ക, ഉപ്പ് നേരെ മിക്സിയിലടിച്ചാൽ വേറെ പണിയൊന്നുമില്ല.